A true story. Salputriya Mariam Presia, Cholputriya Mariam Presia, Sion Manalande Manavattiyai vaazhum Sahanaputri Mariam Presia, Snehaputri Mariam Presia, Tyagaputri Mariam Presia, Mariam Presia, Mariam Presia, Mariam Presia, Mariam Presia, Mariam Presia, Mariam Presia. എല്ലാവരും ഇരുന്നോളൂ. 1926 മെയ് 10 വരെ തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിന്റെ പൊതുശ്രേഷ്ഠത്തി മദർ മറിയം ത്രേസ്യ ആയിരുന്നു. സമൂഹത്തെ വളർത്തി നയിക്കാനുള്ള ചുമതലയിൽ മറ്റുള്ളവർ പങ്കുവഹിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കിയ മദർ ബഹുമാനപ്പെട്ട വിധേയത്തിൽ അച്ഛനുമായി ആലോചിച്ച് 1926 മെയ് 10 സഭയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ തീരുമാനിച്ചു. ഫ്രാൻസിസ് വാഴപ്പള്ളി പിതാവും വിധേയത്തിൽ അച്ഛനും എത്തിച്ചേർന്നു. ഈ അജന്റെ അച്ഛൻ വായിച്ചതല്ലേ? ഓ പിതാവേ. പ്രിയ തിരുക്കുടുംബ സഭാംഗങ്ങളെ, മദർ മറിയം ത്രേസ്യയുടെ 12 വർഷത്തെ നിരന്തരമായ പരിശ്രമ ഫലമായി ഈ സഭയ്ക്ക് 55 അംഗങ്ങളും 3 ഭവനങ്ങളും 1 ബോർഡിംഗ് ഹൗസും 2 സ്കൂളുകളും ഇതിനോടകമുണ്ടായി. നമ്മുടെ നാട്ടിൽ നല്ല കുടുംബങ്ങളെ വളർത്തിയെടുക്കാൻ അഹോരാത്രം പണിയെടുത്ത മദർ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിൻ്റെ ഉയർച്ച സാധ്യമാകൂ എന്ന സഭയുടെ കാഴ്ചപ്പാട് സ്വീകരിച്ചുകൊണ്ട് മദർ മറിയം ത്രേസ്യ ആരംഭിച്ച വിദ്യാലയങ്ങൾ സമൂഹത്തിനൊരു പുതിയ ഉണർവ് പ്രദാനം ചെയ്തിട്ടുണ്ട്. ദൈവസ്നേഹാഗ്നിയാൽ കത്തിജ്വലിച്ച മദറിന്റെ ദൈവസ്നേഹവും കുടുംബങ്ങളുടെ രക്ഷയെ പ്രതിയുള്ള ആത്മദാഹവും സഭയിലുണ്ടാക്കിയ ചലനങ്ങൾ നിങ്ങൾക്കോരോരുത്തർക്കും മാതൃകയായിരിക്കട്ടെ. എല്ലാ മഠങ്ങളിലേക്കുമുള്ള ശ്രേഷ്ഠത്തിമാരാരെന്ന് മദർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മദറിൻ്റെ ഒരാഗ്രഹം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. മദർ എല്ലാ സ്ഥാനങ്ങളും ഒഴിയുകയാണെന്ന് എനിക്ക് എഴുതി തന്നിരിക്കുന്നു. അമ്മയുടെ നേതൃത്വമാണ് ഞങ്ങൾക്ക് ശക്തി തരുന്നത്. അമ്മ തന്നെ ഇനിയും ഞങ്ങളെ നയിക്കണം പിതാവേ. എല്ലാവരും ഇരിക്കും. എന്താ മദറിന്റെ അഭിപ്രായം? ഈശോ പറഞ്ഞു, ഞാൻ അനുസരിക്കുന്നു. എന്റെ ജീവിതത്തിൽ എന്റെ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയുമില്ല. ദൈവേഷ്ടം മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിതാവേ, എല്ലാ സ്ഥാനങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു. തുടർന്നും
മദറിൻ്റെയും വിധേയത്തിലച്ഛൻ്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ മുൻപോട്ട് പോകണം. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളും ചിന്തകളും സമൂഹത്തിലുണ്ടാക്കുന്ന ചലനങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാതൃകയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം തിരുക്കുടുംബ സഭയുടെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. നന്ദി പിതാവേ. പിതാവേ, ഇതാ തിരുക്കുടുംബ സഭയിലെ എന്റെ മക്കൾ. ഇവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം. എന്റെ വത്സല മക്കളെ വേണ്ടപോലെ നോക്കിക്കൊള്ളണേ പിതാവേ. മദർ വിഷമിക്കരുത്. എന്നാലാവുന്നതെല്ലാം ഇനിയും ഞാൻ ചെയ്തോളാം. അമ്മ എന്താ ഉടൻ മരിക്കാൻ പോകുന്ന പോലെ സംസാരിക്കുന്നത്? എന്താണ് മക്കളെ ഭരമേൽപ്പിച്ച് സംസാരിക്കുന്നത്? എന്റെ മണവാളന്റെ അടുത്തെത്താൻ എനിക്ക് സമയമായി.
രോഗം കലശലായ അമ്മയെ ചാലക്കുടി ആശുപത്രിയിൽ നിന്ന് മഠത്തിലേക്ക് കൊണ്ടുപോന്നു. അമ്മയുടെ നില ഗുരുതരമായതറിഞ്ഞ് ജനങ്ങൾ മഠത്തിലേക്ക് ഓടിക്കൂടി. Ah
മദറേ, മദറിന് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി. ഒരു ഉപകാരം ചെയ്യണം. എന്താ? പറഞ്ഞോളൂ അമ്മേ. ഈ കട്ടിലിൽ കിടന്ന് മരിക്കാനുള്ള യോഗ്യത എനിക്കില്ല. മദറിന്റെ ആഗ്രഹം പറഞ്ഞോളൂ. എന്താ ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്നെ താഴെ ഇറക്കി കിടത്താൻ ആത്മപിതാവ് അനുവദിക്കുമോ? അമ്മേ, അത് മദറിന്റെ ആഗ്രഹം പോലെ ചെയ്തോളൂ. ഞാൻ വരട്ടെ. ധൃതിയാകുന്നു എനിക്ക്. മദർ, ഈശോ, ഈശോ, മറിയം, മറിയം, യൗസേപ്പേ, ഔസേപ്പേ, എന്റെ ആത്മാവിന്
ആത്മാവിന് കൂട്ടായിരിക്കണമേ. കൂട്ടായിരിക്കണേ. ഈശോ, ഈശോ, ഈശോ. മദർ മരിച്ചു. അൻപത് വർഷത്തെ ധന്യമായ ജീവിതത്തിന് ശേഷം മദർ മറിയം ത്രേസ്യായുടെ സുഹൃതധന്യമായ ജീവിതത്തിന് 1926 ജൂൺ 8-ാം തീയതി തിരശ്ശീല വീണു. പക്ഷേ അവർ പരത്തിയ സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും പരിമളം ഇന്നും കേരള സഭയിൽ നിറഞ്ഞു നിൽക്കുന്നു. മരണസമയത്ത് നഷ്ടധൈര്യരായി വിലപിച്ചു നിന്ന സഹോദരികൾ ദിവസങ്ങൾക്ക് ശേഷം പുതിയ ചൈതന്യത്തോടെ കർമ്മരംഗത്തിറങ്ങി. കുടുംബങ്ങളുടെ മധ്യസ്ഥയായ മറിയം ത്രേസ്യാമ്മയുടെ പ്രധാന കാര്യസം കുടുംബ പ്രേഷിതത്വമായിരുന്നു. മറിയം ത്രേസ്യായിൽ നിന്ന് സ്വീകരിച്ച പൈതൃകം ഹോളി ഫാമിലി സന്യാസിനികൾ തങ്ങളുടെ ജീവിതത്തിൽ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടാലേ ലോകം വിശുദ്ധമാക്കപ്പെടൂ. മഹത്തുക്കളുടെ ജീവിതം മരണശേഷം 6 അടി മണ്ണിന്റെ വിസ്മൃതിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. സ്ഥലകാല പരിധികളെ അതിലംഘിച്ച് അവരുടെ മഹത്വം അകലങ്ങളിലേക്കും യുഗങ്ങളിലേക്ക് തന്നെയും പരക്കുന്നു. The Venerable Servant of God, Marian Theresia Chiramal Mangidian, is a daughter of the Syro Malabar Church, which traces its origins to the preaching of the Gospel by the Apostle Thomas in India. She was born at Puttanjara in the Diocese of Trichur, Kerala, on 26 April 1876. From early childhood, she was moved by a great desire to love God and dedicated herself to a life of prayer and penance. ധന്യയായ മദർ മറിയം ത്രേസ്യയെ 2000 ഏപ്രിൽ 9-ാം തീയതി രാവിലെ 9:30 വത്തിക്കാനിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ വാഴ്ത്തപ്പെട്ടവൾ
എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മദർ മറിയം ത്രേസ്യ തുടർന്നും വിശുദ്ധിയുടെ നറുമണം പകർന്നുകൊണ്ടിരുന്നു. തന്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നവരുടെ അപേക്ഷകളെ സാധിതമാക്കാൻ യേശുവിന്റെ തിരുമുൻപിൽ ഈ പുണ്യവതി മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരുന്നു. പെരുഞ്ചേരി ചൂണ്ടൽ ജോഷി ഷിബി ദമ്പതികളുടെ മകനായ ക്രിസ്റ്റഫർ ജനിച്ചയുടനെ ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് അടിപ്പെട്ട് മരണാസന്നനായിരുന്നു. എന്നാൽ വൈദ്യശാസ്ത്രവും കൈവിട്ടതോടെ മദർ മറിയം ത്രേസ്യയുടെ കബറിടത്തിലുള്ള പ്രാർത്ഥന വഴി അത്ഭുതകരമായ സൗഖ്യം നേടി. ഈ അത്ഭുതം വിശുദ്ധിയിലേക്ക് ഉയർത്തുവാനുള്ള സ്വർഗത്തിന്റെ കയ്യൊപ്പായി. ഭാരതസഭ കാത്തിരുന്ന ആ സുദിനം വന്നുചേർന്നു. 2019 ഒക്ടോബർ 13. വിശുദ്ധിയുടെ വിളംബരമായി വത്തിക്കാനിലെ മണി മുഴങ്ങിക്കൊണ്ടിരുന്നു. വിശുദ്ധ നാമകരണ നടപടികളുടെ കാഴ്ചകളിലേക്ക് Santa Mater Ecclesia per Santitatem അഞ്ച് വിശുദ്ധരുടെയും പേര് പറഞ്ഞ് പരിശുദ്ധപിതാവിനോട് അപേക്ഷിക്കുന്നു, ഇവരെ തിരുസഭയിൽ വിശുദ്ധരാക്കി ഉയർത്തണമേ എന്ന്. Pronunziari Beatos Ioannen Enrico Newman, Josefina Vannini, Mariam Teresian Ciramel Mankidian, Lucien Lopez Pontes et Margarita Bais. കേരളത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുന്ന മറിയം ത്രേസ്യാമ്മയുടെ കോൺഗ്രിഗേഷൻ എന്നുള്ള 3 സിസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ ഈ അത്ഭുതം സ്വീകരിച്ച ക്രിസ്റ്റഫറിന്റെ അപ്പനായ ജോഷി ചൂണ്ടൽ, അതോടൊപ്പം തന്നെ CHF കോൺഗ്രിഗേഷന്റെ മദർ ജനറൽ, മുൻ മദർ ജനറൽ, ജനറൽ കൗൺസിലർ, ഇവരെല്ലാം നമുക്ക് ഇപ്പോൾ പിതാവിന്റെ അനുഗ്രഹം സ്വീകരിക്കുന്നത് കാണാം, കാഴ്ച സമർപ്പണം കൊടുക്കുന്നത് കാണാം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വർധനത്തിനും വേണ്ടി യേശുക്രിസ്തുവിൻ്റെയും അപ്പസ്തോലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും അധികാരത്താലും എന്നിൽ നിക്ഷിപ്തമായ അധികാരത്താലും കൃത്യമായ ആലോചനയ്ക്കും പതിവ് പ്രാർത്ഥനയ്ക്കും ശേഷം എൻ്റെ സഹോദര ബിഷപ്പുമാരുടെ ഉപദേശം തേടിയതിനു ശേഷവും ഞാൻ ഈ വാഴ്ത്തപ്പെട്ടവരെ ജോൺ ഹെൻറി ന്യൂമാൻ, ജുസപ്പീന വനീനി, മറിയം ത്രേസ്യ ചിറമൽ മങ്കിടിയാൻ, ദുൾച്ചെ ലോപ്പസ് പോന്തസ്, മാർഗരീത്ത ബേസ് എന്നിവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുകയും വിശുദ്ധരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയും സഭ മുഴുവനും ഇവരെ വണങ്ങണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഹോളി ഫാമിലി സന്യാസിനി സഭയുടെ സുപ്പീരിയർ ജനറലായ സിസ്റ്റർ ഉദയ മദർ മറിയം ത്രേസ്യയെ വിശുദ്ധയാക്കി ഉയർത്തിയതിന്റെ സന്തോഷം നമ്മോട് പങ്കുവെക്കുന്നു. സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ ആയിരിക്കുക എന്നുള്ളത്. ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ നേരത്തെ വന്നു. ഇന്ന് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒക്കെ ഒരു അനുഭവത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഒത്തിരി നാളായി ഈ നല്ല സുദിനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുന്ന നമ്മുടെ അമ്മ മറിയം ത്രേസ്യാമ്മ, വിശുദ്ധ മറിയം ത്രേസ്യ കോൺഗ്രിഗേഷനെ അനുഗ്രഹിക്കും, തിരുസഭയെ അനുഗ്രഹിക്കും, ലോകം മുഴുവനുള്ള കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമെന്ന സന്തോഷത്തിലും ആവേശത്തിലുമാണ് ഞങ്ങൾ. കേരള സഭയുടെ അഭിമാനമായി മാറിയ വിശുദ്ധ മറിയം ത്രേസ്യയുടെ വിശുദ്ധമായ ജീവിതത്തെ മാതൃകയാക്കാൻ തിരുസഭ നമ്മെ ആഹ്വാനം ചെയ്യുന്നു.
കേരള കത്തോലിക്കാ സഭയിലെ പിതാക്കന്മാരുടെ മഹനീയ സാന്നിധ്യം ഈ ചടങ്ങുകളിൽ ഉടനീളമുണ്ടായിരുന്നു. ഇവരുടെ സന്തോഷം സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി നമ്മോട് പങ്കുവയ്ക്കുന്നു. ഭാരത സഭയ്ക്ക് ഒരു വിശുദ്ധയെ കൂടി ലഭിച്ചിരിക്കുകയാണ്. ഒരു വിശുദ്ധ കൂടി എന്ന് പറയുമ്പോൾ വിശുദ്ധിയുടെ ഒരു മാതൃക നമുക്ക് ലഭിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അത് തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ഈ ദാനം നമുക്ക് ലഭിച്ചതിൽ സന്തോഷിക്കാം. മദർ നമ്മോട് പറയുന്നത് പ്രകാരമാണ്, നിങ്ങളുടെ ഹൃദയം ഈശോയ്ക്ക് കൊടുക്കുക, അതിന് പകരമായി ഈശോയുടെ ഹൃദയം വാങ്ങിക്കൊണ്ടു പോവുക എന്ന്. ഇത് വലിയൊരു സന്ദേശമാണ്. ഹൃദയപൂർവ്വം ദൈവത്തെ സ്നേഹിക്കുവാനും അതേ ചൈതന്യത്തോടുകൂടി മറ്റും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനുമുള്ള ഒരു സന്ദേശമാണ് അത്. കേരള മണ്ണിന് അനുഗ്രഹമായി പിറന്നുവീണ ഈ വിശുദ്ധ സ്വർഗത്തിലിരുന്ന് വിശുദ്ധിയുടെ നറുമണം ഇന്നും പരത്തിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ മറിയം ത്രേസ്യയുടെ പാദത്തിങ്കൽ സർവ്വതും സമർപ്പിച്ച് നമുക്കും ആഗ്രഹിക്കാം ഒരു വിശുദ്ധ ജീവിതത്തിനായി. ഈ പ്രഖ്യാപനം പുത്തൻചിറയിൽ പൂജ്യമായി ഇന്നും സംരക്ഷിക്കപ്പെടുന്ന മറിയം ത്രേസ്യാമ്മയുടെ ജന്മഗ്രഹത്തിലെ ഓരോ മണൽത്തരികളും പുൽക്കൊടികളും നമ്മോടൊപ്പം പുളകിതമാവുകയാണ്. 880 80 ഇതൊരു തുടക്കമാണ് തിരുമനസേ, സഹനത്തിന്റെ, സ്നേഹത്തിന്റെ തുടക്കം. തൃപ്പൂണിത്തുറ കൊട്ടാരത്തിൽ വച്ച് ദൈവാത്മാവിനാൽ നിവേശിതയായി മദർ മറിയം ത്രേസ്യ രാജാവിനോട് പറഞ്ഞ വാക്കുകൾ 8 80 80 800 800 1800 കവിഞ്ഞ് ഹോളി ഫാമിലി സന്യാസിനികൾ ലോകം മുഴുവൻ കർമ്മനിരതരായി വിളങ്ങി ദൈവരാജ്യം വിസ്തൃതമാക്കുവാൻ തിരുസഭയോട് ചേർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയുമാണ്. See